ഉഗ്രം കളറായത് ഇതില്ലേ അന്ന് പറയണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോ വിരുന്ന് പോകാനൊക്കെ വീടുകളിൽ പോകുമ്പോ കശവ് സാരി ഉടുത്ത് പോണം. പാരറ്റ് ഗ്രീൻ ആണ് ഈ കളർ. ഇതിന് കേടില്ല. ഇപ്പൊ കൊച്ചു വെട്ടിയിൽ തുറക്കുമ്പോ ഈ സാരികൾ വിരുന്നിന് പോകാൻ പറ്റിയ സാരികൾ പ്രിന്റഡ് സിൽക്കും ഇതുമായിട്ട് വസ്ത്രങ്ങളെ പേസ്റ്റ് ബ്രഷ് അതൊക്കെ കൊണ്ടുവരുമോ? തോർത്ത അതൊക്കെ ഇവിടെ ഇല്ലേ? അപ്പൊ ആ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് സാരി കൊടുത്തില്ല. അതാ അന്നത്തെ കാലം. അന്ന് അങ്ങനെയാ പറഞ്ഞു വിടുവോളൂ വീടുകളിൽ നിന്ന്. അത് ശരി. ഈ സാരിക്ക് പഴക്കം ഒരു 40. അമ്മ ഇന്ന് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്. അത് വളരെ സൂക്ഷിക്കണം. ചൂടധികം അടിക്കാൻ മേല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ഉരുമണം. കൈയുടെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ച് ചുളുങ്ങാൻ പാടില്ല. കനം കുറഞ്ഞ മെറ്റീരിയൽ ആകുമ്പോൾ ചുളുക്കമുണ്ട്. എപ്പോഴും ചുളുക്കം വരും. ഈ സാരി ഫോള് പിടിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞ് കിട്ടുമ്പോ എന്ന് പറഞ്ഞ പോലെ ഇത് കനം കുറഞ്ഞതല്ലേ. സാരി മേടിച്ച് വെട്ടി തയ്ച്ച ചുരിദാറിന്റെ ആട്ടോ. അതെ അതെ അതെ. ചൂട് ഇതിനധികം ഇടാതെയാണോ ഇത്? ചൂട് പാടില്ലെന്നേ. ഈ ഗിൽറ്റിംഗ് കോപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് വളരെ സൂക്ഷിച്ച പുതിയ ഡ്രസ്സ് പോലെ. ഞാൻ ഈ തേക്കുന്ന കാര്യത്തിൽ എപ്പോഴും വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ? ഞാൻ പലരും അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, പ്രയോറിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലെസ് പ്രയോറിറ്റിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ സമയം കിട്ടാതെ വരുമ്പോൾ പിന്നെ ഞാനതങ്ങ് വിടും, അത്രേ ഉള്ളൂ. പിന്നെ ഉഗ്രം കളറായത്. ഇതില്ലേ ഇത് ഞാൻ ആദ്യമായിട്ട് +1 പോട്ടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഞങ്ങളുടെ അവിടുത്തെ കുഞ്ഞോളാൻറ്റിയുടെ മാത്തുക്കുട്ടിച്ചാച്ചൻ്റെ കല്യാണം. ആ കല്യാണത്തിന് ഞാൻ ആദ്യമായിട്ട് സാരി കൊടുത്തത്. അപ്പടി ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് സാരി കൊടുത്തത്. അന്ന് സാരി ഉടുത്തപ്പോൾ ഫോളൊക്കെ ഉണ്ട് അതിനിപ്പോഴും, പിടിപ്പിച്ച ഫോള്. ആ സാരി ഉടുത്ത സമയത്ത് എനിക്ക് ആദ്യമായിട്ട് മേടിച്ച സാരി ഏത്. ഇത് ഉദ്ദേശം എത്ര വർഷം പഴക്കം വരും? വേണ്ടോ ദ്രവിച്ചു പോയി അതൊക്കെ. പക്ഷെ ആ സ്റ്റഫ് ഇപ്പോഴും നല്ല സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും ആ തിളക്കമൊക്കെ അതുണ്ട്. ഇപ്പോഴും നല്ല സ്റ്റഫായിരിക്കും ചിലപ്പോ. അന്ന് എനിക്ക് മേടിച്ചത് ഒരു ബംഗാൾ കോട്ടന്റെ സാരി, ബ്ലൂ കളറിൽ ബോർഡർ ഉള്ള ഒരു ബംഗാൾ കോട്ടൺ സാരി, ഓർഡിനറി ഒന്ന് ഉടുത്തു നോക്കാനായിട്ട്. പിന്നെ ഒരു ഇളം പച്ചയിൽ ഡിസൈനുള്ള ഒരു ഓർഡിനറി കോട്ട സാരി. ആ ഒപ്പാണ് ഈ സാരിയും കൂടെ മേടിച്ചത്. അത് മേടിക്കാനായിട്ട് പോയത് വെല്ലിപ്പച്ചൻ അങ്ങോട്ട് വന്നു. ചീമാട്ടിയില മാത്തുക്കുട്ടിച്ചാച്ചൻ്റെയും കുഞ്ഞോളാൻറ്റിയുടെയും ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവരെന്നെയും കൊണ്ടുപോയി. അപ്പം എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ കാണാനും ഇത്. അപ്പം എനിക്ക് സാരി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാറിൽ പോയപ്പോൾ എന്നെയും കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അവിടെ ഇതൊക്കെ കണ്ടൊക്കെ ഇരുന്ന്. എന്നിട്ട് വെല്ലിപ്പച്ചൻ ഉച്ച കഴിഞ്ഞ് ബസ്സിന് അങ്ങോട്ട് വന്ന. അപ്പോൾ ഉച്ച വരെയും അവരുടെ മന്ത്രകോടി എടുക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഈ സാരി എടുത്തത്. എനിക്കിതേ കീറിപ്പറഞ്ഞൊക്കെ പോയി. മെമ്മറിക്ക് വേണ്ടി വെച്ചേക്കണതാ. തിരിച്ച് കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെനകേടായിട്ടോ വന്നിരിക്കണത്. കാണിക്കാനൊന്നുമില്ല. അതെ അന്ന് ഇങ്ങനത്തെ ട്രെൻഡാന്നേ. ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. പീകോക്ക് ബ്ലൂ. അതെ അതെ അതെ, പീകോക്ക് ബ്ലൂ എന്നല്ലേ പറയണേ. ബ്ലൂവാ. ഇതുപോലെ തന്നെ ഇവിടെ കരിമ്പച്ച, ഡാർക്ക് പച്ച, കടും മെറൂൺ, എന്നിട്ട് കശവ്, നൂലിന് പകരം കശവായിട്ടുള്ള സാരിയാണ് അമ്മാച്ചന്റെ കല്യാണത്തിന് ഞാൻ ഉടുത്തത്. കരിമ്പച്ച, മെറൂൺ ബോർഡർ, കശവ്. ആ സാരി കീറിപ്പോയി തോന്നണം, നോക്കിയിട്ട് ഇല്ല അവിടെ. അങ്ങനെ അത് ഈ സാരിക്ക് പഴക്കം ഒരു 40 വർഷം. അല്ല മാത്തുക്കുട്ടിയുടെ കല്യാണം അത്രയായിട്ടുണ്ട്. ഇപ്പോഴും നല്ല രസമായിട്ട് അതിന്റെ സ്റ്റഫ് ഇരിക്കുന്നു. അതെ, ചുരുട്ടിക്കൂട്ടി വെക്കൂല, സൂക്ഷിച്ചു വെക്കും. ഇപ്പൊ ഇത് ആവശ്യമില്ല ഈ സാധനം. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ അലമാരി ഫ്രീ ആവും. പക്ഷെ എന്നാലും ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ വെച്ചേക്കണം. എനിക്കെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ശരിയാവില്ല. പക്ഷെ ഇത് കളയരുത് കേട്ടോ. ഇപ്പോഴും മനോഹരമായിട്ട് ഇരിക്കുന്ന ഓരോ സാരികളും ഓരോ കഥകൾ പറയുന്നു. ശരിയാ. അമ്മാച്ചന്റെ കല്യാണം കുത്തിക്കൊഴിച്ച് നോക്കാം ഞാൻ. ആ അലമാരിയിൽ കുത്തിക്കൊഴിച്ച് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കിട്ടുവാണെങ്കിൽ. ചീമാട്ടി അന്നത്തെ. പിന്നെ ഇത് കല്യാണം കഴിഞ്ഞ് പോരുമ്പോ അന്ന് പറയണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ വിരുന്ന് പോകാനൊക്കെ വീടുകളിൽ പോകുമ്പോൾ കശവ് സാരി ഉടുത്ത് പോകണം. അതിനു വേണ്ടിയാണ് ഇതൊക്കെ മേടിച്ച് തന്നു വിടണത്. ചുരിദാറും ഇതൊന്നും അല്ലല്ലോ അന്നത്തെ ട്രെൻഡാ. അപ്പൊ ഈ സാരികളൊക്കെ ഉടുക്കണത് വീടുകളിൽ പോകുമ്പോ. അത് ശരി. സാറാമാൻറ്റിയുടെ അവിടെ പോയപ്പോൾ മാത്രമാണ് ആ മഞ്ഞ സെക്കൻഡ് സാരി അങ്ങനെ ഉടുത്തോണ്ട് പോയത്. ഇത് പക്ഷെ ഇപ്പോഴും കേടില്ല. ഇതിനത് പാരറ്റ് ഗ്രീൻ ആണ് ഈ കളർ. ഇതിന് കേടില്ല. ഇപ്പൊ
ഇത് വേണമെങ്കിൽ ഇപ്പോഴും ഒരു ബ്ലൗസ് തയ്പ്പിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഈ ട്രെൻഡ് ഇല്ല ഇതിന്റെ. നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞായിരുന്നു പഴയ വിരിപ്പാവ് സാരി ഉടുത്ത് ഇപ്പൊ ഒന്ന് ഉടുത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട്. അത് നല്ലൊരു കോൺസെപ്റ്റാ. പക്ഷെ വിരിപ്പാവിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാരി ഉടുത്തിട്ടേ ഈ കളർ ബ്ലൗസ് ചിലപ്പോ അമ്മയ്ക്ക് ഉണ്ടാവും. ഈ ബ്ലൗസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് അതൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അന്ന് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ബോഡി കളറാ ബ്ലൗസ്. ഇത് അന്ന് ജോസ് ബ്രദേഴ്സ് ഉണ്ട്. ജോസിന്നാണ് എനിക്ക് തോന്നുന്നത്. ജോസ് ആണോ റോസ് ഫാബ്രിക്സ് ആണോ എന്ന് മറന്നു പോയിട്ടോ. ഇപ്പോഴും നല്ല അസലായിട്ട് ഈ സ്റ്റഫ് ഇരിപ്പുണ്ട്. ഈ ഭാഗത്തിന് ഒരു കുഴപ്പം. അതെ 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 അതെ. പിന്നെ ഒരു കരിം പച്ചയിൽ ഇതുപോലെ അമ്മാച്ചന്റെ മെറൂൺ ബോർഡറിൽ കസവ ഉള്ളതുണ്ടായിരുന്നു. പിന്നെ 2 പ്രിന്റഡ് സിൽക്ക് ഉണ്ടായിരുന്നു. പ്രിന്റഡ് സിൽക്ക് പ്രിന്റ് ആയിട്ടുള്ള അതൊക്കെ കീറിപ്പറഞ്ഞു പോയി. ഇതൊരു നല്ല കളറുവാ, നല്ല ഷൈനിങ് ഉണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഞാൻ ഒരുപാട് ഉടുത്തിട്ടുണ്ട് ഇവിടെ. അന്നത്തെ ഫാബ്രിക് ചിലപ്പോ നല്ലതായിരിക്കും. ഇതിന്റെ എല്ലാം ഫോൾ അന്ന് പിടിപ്പിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ താഴെ എൻ്റെ കൂടെ പഠിച്ചൊരു രാധാമണി ഉണ്ട്. രാധാമണിയുടെ ചേച്ചി പൊന്നു. പുള്ളിക്കാരി തയ്യൽ വീട്ടിലിരുന്ന മല്ലികയുടെ പോലെ തയ്ക്കുമായിരുന്ന. പുള്ളിക്കാരത്തിയുടെ കല്യാണം അന്ന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കെട്ടിച്ചൂട്ട് മക്കളൊക്കെ ആയി. പുള്ളിക്കാരി എവിടെയാന്ന് പോലും അറിയില്ല. അപ്പൊ അത് ആ പുള്ളിക്കാരിയാണ് ഫോളെല്ലാം അടിച്ച് തന്നത്. അരികും അടിച്ചു തന്നു. അതിൻ്റെ അരിക് അടിപ്പിച്ച ഈ തുമ്പിങ്ങനെ നൂല് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ മാത്രം അരിക് അടിപ്പിച്ചിട്ടുണ്ട്. നല്ല സാരികൾ ഉടുത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പണ്ടത്തെ ഇത് രണ്ടാമത്തത്, മൂന്നാമത്തത് അത് എൻഗേജ്മെന്റ് സാരി. ഇത് കീറിപ്പോയി കേട്ടോ. ഇത് കാണിക്കാൻ കൊള്ളൂല. പിന്നെ അതെ ഇവിടെയൊക്കെ തുമ്പൊക്കെ ഒരുപാട് എങ്കിലും ആ ഷൈനിങ് ഉണ്ട് എല്ലാത്തിലും ഇപ്പോഴും. കീറിപ്പോയി. ഇതൊക്കെ കാലങ്ങളായില്ലേ. അതെ അതെ അതെ. ഇതൊരു നല്ല കളറാ. നല്ല കളറാ. ഫോൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ബ്രിക്ക് റെഡ് കളർ അല്ലേ. ഏതാണ്ടൊരു അല്ല ഇതിന് ഫോൾ ഇല്ലെന്ന് തോന്നുന്നു. ഫോൾ ഇല്ലാതെ വരില്ലല്ലോ. അമ്മ ഫോളിന്റെ ആരാധികയാണ്. എന്നെ പോലും ഇല്ലാതെ പോയത് അറിയില്ല. ഇതൊക്കെ അപ്പടി കുശത്ത് പോയി. ഇത്രയും വർഷമായില്ലേ. ഇത് മറുഭാഗം. നല്ല ഭാഗം ഇതാണ്. ഓ ഇതൊക്കെ കളർ ചേഞ്ച് ആയി. ഇപ്പോഴും അത് ഭംഗിയായിട്ടാ. ഇത് ഇങ്ങനെ പോയി, കളർ മങ്ങിപ്പോയി. പിന്നെ 1-2 എണ്ണം കാണാനില്ല, നഷ്ടപ്പെട്ടു പോയി. കാണാനില്ലെന്നല്ല, അതൊക്കെ എനിക്ക് തോന്നണ ഈ കീറിപ്പറഞ്ഞു പോയപ്പോ ചിലപ്പോ കളഞ്ഞതാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പൊ ഇത് അതെ ഇത് കണ്ടോ, ദ്രവിച്ചത് ഇത് കണ്ടത്. അതെ 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 അതെ. ഞാൻ കളർ ഉഗ്രം കളറാ. മെമ്മറിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുള്ളു. അപ്പൊ ഇപ്പൊ 4 എണ്ണേ ഉള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് തോന്നുന്നത് 6 എണ്ണം ആയിരുന്നു. ഒരു പച്ച ഉണ്ടായിരുന്ന, പിന്നെ വേറെ അല്ല ഒരു പച്ച ഉണ്ടായിരുന്ന, പിന്നെ അതുകൂടാതെ 2 പ്രിന്റഡ് സിൽക്കാ. അപ്പൊ 2 4 5 എണ്ണം ഇങ്ങനത്തെ പച്ചയോട് കൂടി കേട്ടോ. പിന്നെ ഒരു 2 പ്രിന്റഡ് സിൽക്ക്, അതൊക്കെ അന്ന് നല്ല വിലയുള്ളതാ. പിന്നെ വേറെ ഒരെണ്ണം ആ കൂടെ തന്നെ വെച്ചിരുന്ന ഒരു ഓർഗൻസ വൈക്കോലിന്റെ നിറമുള്ള, എന്നിട്ട് അതിൽ വർക്ക് ചെയ്തത് ഷാഡോ വർക്ക്. അത് അന്ന് എംബ്രോയിഡറി സെന്ററിൽ നിന്ന് മേടിച്ചതാ. ആ കളർ എനിക്ക് അത്ര ചേരുവൊന്നുമില്ല. ഞാൻ തന്നെ പോയി എടുത്ത എറണാകുളം ഷോപ്പിങ്ങിന് പോകുമ്പോ കളർ എനിക്ക് ചേരൂല. പക്ഷെ ആ കളറ് മാത്രമേ അവിടെ ആ മോഡൽ എനിക്ക് ഇഷ്ടമുള്ളതുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയും സാരി ഈ 4 എണ്ണം പച്ചങ്ങടെ കൂടി ഇങ്ങനത്തെ പട്ടുസാരികളായിട്ട് 5 എണ്ണം മൊത്തം. പിന്നെ 2 പ്രിന്റഡ് സിൽക്ക്, പിന്നെ ഒരു ഓർഗൻസ വർക്ക് ചെയ്ത സാരിയും കൂടെ കൂടി കൊച്ചു പെട്ടിക്കകത്താണ് ഞാൻ വെച്ചോണ്ട് വന്നത്. 2 പെട്ടി ഉണ്ടായിരുന്നു, വലിയ പെട്ടിയും കൊച്ചു പെട്ടിയും. അപ്പൊ കൊച്ചു പെട്ടിയിൽ തുറക്കുമ്പോ ഈ സാരികൾ വിരുന്നിന് പോകാൻ പറ്റിയ സാരികൾ പ്രിന്റഡ് സിൽക്കും ഇതുമായിട്ട്. അങ്ങനെയാണ് വരവ്. പിന്നെ അല്ല വലിയ പെട്ടിയിലെ ഓർഡിനറി സാരികള്, ഹൗസ് കോട്ടുകള്, അങ്ങനെയുള്ള സംഗതികളൊക്കെ. പിന്നെ മന്ത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ. വസ്ത്രങ്ങളെല്ലാം ഇഷ്ടം പോലെ ആയിട്ടായിരുന്നു വരവ്. വസ്ത്രങ്ങള്, പേസ്റ്റ് ബ്രഷ്, അതൊക്കെ കൊണ്ടുവരുമോ? തോർത്ത്, അതൊക്കെ ഇവിടെ ഇല്ലേ? അപ്പൊ ഇവിടെ ഉണ്ടെങ്കിലും അതൊക്കെ തന്നു വിടുവന്ന. പിന്നെ ടർക്കി, തലയിൽ കുറെ മുടിയില്ലാനോ, അപ്പൊ കുളിച്ചു കഴിഞ്ഞ ടർക്കി വെച്ച് കെട്ടാനായിട്ടൊരു ടർക്കി. എണ്ണ കൊണ്ടുവരൂല, പേസ്റ്റും ബ്രഷും കൊണ്ടുവരും. പിന്നെ നമുക്ക് നെയിൽ പോളിഷ്, നമുക്ക് ആവശ്യമുള്ള പൗഡർ, ക്രീം, അങ്ങനെയൊക്കെ ഉള്ള സംഗതി അതൊക്കെ ആയിട്ടാ വരുമ്പോ. നെയിൽ പോളിഷ് അതിന്റെ വീക്ക്നെസ് ആണെന്നറിയാം. അത് കല്യാണം കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ കൊണ്ടുവരില്ല. പിന്നെ വീട്ടിൽ പോയിച്ച് മടങ്ങി വരുമ്പോഴാണ് നെയിൽ പോളിഷ് സാമഗ്രികളൊക്കെ ആയിട്ട്. അതൊരു കവറിനകത്ത്. ഈ ഇന്നത്തെ പോലെ 50 പൈസ കവറും ഷോപ്പറൊന്നും അന്നില്ല. അന്ന് ഈ സാരി മേടിക്കുമ്പോ ശീമാട്ടിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിന്റെ വലിയ കവർ കിട്ടൂല. ഇപ്പൊ പ്ലാസ്റ്റിക് ഇല്ലല്ലോ. അങ്ങനത്തെ കവറിനകത്താണ് മിത്രാദികളൊക്കെ ഇടുന്നത്. പിന്നെ ഒരു അങ്ങനത്തെ കവറിനകത്താണ് 2-3 ജോഡി ചെരുപ്പുകൾ. അതും ഉണ്ട്. നെറ്റ് ചെരുപ്പൊക്കെ ആയിട്ടാ വന്നെ. പിന്നെ പുറത്തിറങ്ങുന്ന വേറെ ചെരുപ്പ്, കല്യാണ ചെരുപ്പ് വേറെ, കുറെ സംഗതികളൊക്കെ ആയിട്ടാണ് വന്നത്. അതാ അന്നത്തെ കാലം. അന്ന് അങ്ങനെയാ പറഞ്ഞു വിടുവോളൂ വീടുകളിൽ നിന്ന്. അത് ശരി. ആ രീതി. പച്ച സാരി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കി വെച്ച്
കുത്തിക്കൊഴി കിടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നോക്കിയേച്ച് ഞാൻ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ നിങ്ങളങ്ങ് സങ്കല്പിച്ചോ, അതേ കരിമ്പച്ച, കടും മെറൂൺ ബോർഡർ, ഈ ത്രെഡിന് പകരം കശം, അങ്ങനെ മാച്ചൻ്റെ കല്യാണത്തിനെടുത്തു. അപ്പം അതൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് രസകരമായിരിക്കും, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്താട്ടോ. അപ്പോൾ ഓക്കെ.